പാർട്ടി പിണക്കം പറയാതെ പറഞ്ഞും ഒഴിഞ്ഞു മാറിയും പാർട്ടിയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാതെയാണ് DK നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കരാർ പ്രകാരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി 2 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം സ്ഥാനമൊഴിയാത്തതും 2.5 വർഷം പൂർത്തിയാക്കിയിട്ടും DK മുഖ്യമന്ത്രിയാകാത്തതും കർണാടക സർക്കാരിൽ ചെറുതല്ലാത്ത കല്ലുകടി ഉണ്ടാക്കുന്നത് എന്നത് സത്യമാണ്. DK മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് MLA മാര്. DK BJPയുമായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ച ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് താനും. കർണാടക PCC സ്ഥാനം താൻ ഒഴിയുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് DK പ്രഖ്യാപിച്ചത്. സിദ്ധരാമയ്യ സർക്കാരിന് കീഴിൽ പലപ്പോഴും ഉപമുഖ്യമന്ത്രിയെ ഒതുക്കപ്പെടുന്നു എന്നൊരു ഖ്യാതി അദ്ദേഹത്തിന് നേരെ വരാറുണ്ട്. പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോഴാണ് ഈ ഇടയ്ക്കായി വന്ന ചില അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ചർച്ചയായിട്ട് മാറുന്നത്. കർണാടക കോൺഗ്രസിൽ നേതൃത്വ മാറ്റം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന. PCC അധ്യക്ഷനായി 6 വർഷം പൂർത്തിയാകുന്ന 2026 മാർച്ചിൽ സ്ഥാനമൊഴിയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. 2023 ഉപമുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ PCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ശിവകുമാർ വ്യക്തമാക്കിയത്. അതേസമയം അഭ്യൂഹങ്ങൾക്കിടെ മന്ത്രിയാകാൻ ദില്ലിയിൽ പോയതിന്റെ തെറ്റെന്ത് എന്നാണ് DK ശിവകുമാറിന്റെ ചോദ്യം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നത് തന്റെ രക്തത്തിൽ ഇല്ല എന്നും സംസ്ഥാനത്തെ 140 കോൺഗ്രസ് MLA മാരും എന്റെയും കൂടിയാണെന്ന് കൂടി അദ്ദേഹം ഇവിടെ ഉറപ്പിക്കുകയാണ്. അതായത് സിദ്ധരാമയ്യയുടെ മാത്രമല്ല ഈ MLA മാർ തന്റെയും കൂടിയാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. സർക്കാരിനെയും മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. നിരവധി MLA മാർ മന്ത്രിമാരാകാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി അവർ ദില്ലിയിൽ പോയി നേതാക്കളെ കാണുക എന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ തനിക്ക് എന്ത് പറയാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. താൻ ആരെയും കൊണ്ടുപോയിട്ടില്ല എന്നും ചിലർ പോയി ഖാർഗെ സാഹിബിനെ കണ്ടതിൽ തനിക്ക് പങ്കില്ല എന്ന് കൂടി ശിവകുമാർ ഇവിടെ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ടു, അവർക്ക് എന്താണ് കുഴപ്പം? അത് അവരുടെ ജീവിതമാണെന്നും ആരും അവരെ വിളിച്ചിട്ടില്ല എന്നും അവർ സ്വമേധയാ പോയതാണെന്ന് കൂടി ശിവകുമാർ പറയുന്നു. മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് കർണാടകയിലെ ചില MLA മാർ ചെന്ന് കേന്ദ്രത്തിലുള്ള ഹൈക്കമാൻഡിനെ കണ്ടു എന്ന വാർത്തകൾക്ക് ശേഷമാണ് DK ഈ പ്രതികരണം എത്തിയത്. 140 MLA മാർക്ക് മന്ത്രിമാരാകാൻ അർഹതയുണ്ട്. മുഖ്യമന്ത്രി 5 വർഷം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നുകൂടി DK ഇവിടെ പറയുന്നു. നാം എല്ലാവരും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന MLA മാർ പാർട്ടി മേധാവി മല്ലികാർജുൻ ഖാർഗെ കണ്ടതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ചർച്ച നടക്കുന്നുണ്ടെന്നും പുതിയ PCC പ്രസിഡന്റിനെയും 4 മുതൽ 5 വരെ ഉപമുഖ്യമന്ത്രിമാരെയും ഉണ്ടാക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചു. കഴിഞ്ഞ 2.5 വർഷമായി എല്ലാ മീറ്റിംഗുകളും നടക്കുന്നുണ്ടെന്നും ഇത് പുതിയ കാര്യമല്ല എന്നും അവർ കൂടുതൽ മീറ്റിംഗുകൾ നടത്തട്ടെ എന്ന് കൂടി ശിവകുമാർ വ്യക്തമാക്കുകയാണ്. മന്ത്രിസഭാ പുനഃസംഘടന പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രത്യേക അവകാശമാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഇവിടെ വ്യക്തമാക്കി. മന്ത്രിസഭാ പുനഃസംഘടനയെല്ലാം ഹൈക്കമാൻഡാണ് ചെയ്യുന്നത്. എല്ലാവരും ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കണം. അടുത്ത ബജറ്റ് താൻ തന്നെ അവതരിപ്പിക്കുമെന്നും താൻ അവസാനം വരെ തുടരുമെന്നും ഖാർഗെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും സിദ്ധരാമയ്യ പറയുകയാണ്. അങ്ങനെ DK മുഖ്യമന്ത്രിയാകുമോ എന്ന വലിയ ചോദ്യം പിന്നെയും ബാക്കി വെക്കുകയാണ് സിദ്ധരാമയ്യ. താൻ കസേര ഒഴിയില്ല എന്ന വാശിയിലാണ് സിദ്ധരാമയ്യ. എന്നാൽ DK മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ എന്ന ചില വാശിയിലാണ് MLA മാർ ഉള്ളത്. എന്തായാലും കർണാടക സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.